തെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം ബി.ജെ.പിയിൽ വമ്പൻ അഴിച്ചുപണിക്ക് സാധ്യത. സംസ്ഥാന ജില്ലാ ഘടകങ്ങളിൽ മാറ്റമുണ്ടായേക്കും. ഫലം അനുകൂലമായാൽ 10-ലധികം ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റാനാണ് രാജീവ് ചന്ദ്രശേഖർ വിഭാഗത്തിന്റെ നീക്കം. അതേസമയം രാജീവ് ചന്ദ്രശേഖറിനെതിരായ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകാൻ മുരളീധരൻ വിഭാഗവും നീക്കം നടത്തുന്നു എന്ന് വിവരമുണ്ട്. സഹിൻ ആന്റണി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. സഹിൻ, എന്താണ് ബി.ജെ.പി നീക്കങ്ങൾ? സേതു, വോട്ടെടുപ്പ് കഴിയുന്നതോടുകൂടി സംസ്ഥാന ബി.ജെ.പിയിൽ വലിയ പൊട്ടിത്തെറിക്കാണ് സാധ്യതയുള്ളത്. അത് ബി.ജെ.പിക്ക് നേട്ടമുണ്ടായാലും കോട്ടമുണ്ടായാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബി.ജെ.പിക്ക് നേട്ടമുണ്ടായിക്കഴിഞ്ഞാൽ 10ഓളം ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റാൻ ഒരുങ്ങിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം തുടങ്ങിയ ഇടങ്ങളിലെ വിവിധ ജില്ലാ പ്രസിഡന്റുമാരെയാണ് രാജീവ് ചന്ദ്രശേഖരൻ നീക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 30 ജില്ലാ പ്രസിഡന്റുമാരുള്ളതിൽ 10 പേരെ തൻ്റെ ഭാഗത്തു നിന്നും കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമം നടത്തുക. ഒപ്പം തന്നെ സംസ്ഥാന ഭാരവാഹികളിലും വലിയ രീതിയിലുള്ള അഴിച്ചുപണി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ബി.ജെ.പിക്ക് കോട്ടം സംഭവിക്കുകയാണെങ്കിൽ, കാര്യമായ നേട്ടം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ അടക്കം വലിയ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് മുരളീധര വിഭാഗവും തീരുമാനിച്ചിരിക്കുന്നത്. മുൻപ് നിരവധി പരാതികൾ അദ്ദേഹത്തിനെതിരെ ദേശീയ നേതൃത്വത്തിന് നൽകിയിരുന്നു. പക്ഷേ ആ പരാതികളിലൊന്നും തന്നെ ദേശീയ നേതൃത്വം ഇതുവരെ നടപടി കൈക്കൊണ്ടിട്ടില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടായില്ലെങ്കിൽ അത് പാർട്ടിയിൽ വലിയ ചർച്ചയാക്കാനും അങ്ങനെ രാജീവ് ചന്ദ്രശേഖരനെ കഴിയുമെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മുരളീധര വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. ബി.ജെ.പിയിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടി കാര്യങ്ങൾ നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു. ഓക്കെ സഹിൻ, ശരി. അപ്പോൾ ബി.ജെ.പിയിൽ വമ്പൻ അഴിച്ചുപണിക്കുള്ള നീക്കം നടക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായിട്ട് വരികയാണെങ്കിൽ ഒരു അഴിച്ചുപണി, ഇനി പ്രതികൂലമാണെങ്കിൽ സംസ്ഥാന അധ്യക്ഷന് എതിരെ അടക്കം നീക്കം നടത്താൻ മറുവിഭാഗം ശ്രമം നടത്തുന്നു. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. തുടർ ഭരണമോ ഭരണമാറ്റമോ? കേരളം കാത്തിരിക്കുന്ന വിധി. മെയ് 4 തത്സമയം ന്യൂസ് മലയാളം ഡിജിറ്റലിൽ.